മനസ്സിലാകുന്നുണ്ടോ? ചെറുനാരങ്ങ നല്ലതാണ്, ശ്വാസകോശത്തെ നന്നാക്കാനും ശരീരത്തിൽ അനാവശ്യ കഫത്തെ നീക്കാനൊക്കെ നല്ല അമൂല്യമായ ഔഷധമാണ് ചെറുനാരങ്ങ. പക്ഷെ അത് ഉപയോഗിക്കേണ്ട സമയവും സാഹചര്യവും അറിയണം. അതുപോലെ ചെറുനാരങ്ങയുടെ കുരു വയറിലെത്താനും പാടില്ല, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുനാരങ്ങയുടെ കുരു വയറിലെത്തുന്നതും വലിയ പ്രശ്നമാണ്. അപ്പോൾ നോമ്പ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ആഡ് ചെയ്തത്. ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം നോമ്പ് മുറിക്കുമ്പം കുടിക്കരുത്. മുറിക്കുമ്പോൾ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഈത്തപ്പഴവും പച്ചവെള്ളവും. പിന്നെ ഷമ്മാമ കഴിക്കാം ഫ്രൂട്ട്സിൽ, ഉറുമാമ്പഴം കഴിക്കാം ഫ്രൂട്ട്സിൽ, അത്തിപ്പഴം കഴിക്കാം ഫ്രൂട്ട്സിൽ, അങ്ങനെ പോകണം. വത്തക്കയും പൈനാപ്പിളൊക്കെ നോമ്പ് മുറിക്കണ സമയത്ത് ഭക്ഷണത്തോട് ആർത്തി കൂട്ടും, വെറി കൂട്ടും. നോമ്പ് മുറിക്കുന്ന നേരത്ത് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, ബത്തക്ക ജ്യൂസ് അല്ലെങ്കിൽ ബത്തക്കയുടെ പീസ്, പൈനാപ്പിളിൻ്റെ പീസ് ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞ് കഴിച്ചാൽ ഭക്ഷണത്തോട് ആർത്തി കൂട്ടും. കഴിക്കണ ഭക്ഷണത്തിൻ്റെ അളവ് കൂടിപ്പോവും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, പഴയ കാലത്തൊക്കെ ഈ നിരാഹാര സമരം കിടക്കുന്ന മഹാനായ രാഷ്ട്രീയ നേതാവ് എങ്ങനെ നിരാഹാരം അവസാനിപ്പിക്കുക? ചെറുനാരങ്ങ നീര് കൊടുത്തിട്ടാണ്. കേട്ടിട്ടുണ്ടോ? ആ വിഷയം കേട്ടിട്ടുണ്ടോ? എന്നെങ്കിലേ മനസ്സിലാവുള്ളൂ. എന്താ ഇളനീര് കൊടുക്കാത്തത്? കുറേ കാലം ഇവൻ ഒറിജിനലായിട്ട് പട്ടിണി കിടന്നിട്ട് പിന്നെ ഇവനിക്ക് ഭക്ഷണത്തോട് താല്പര്യം വരണമെങ്കിൽ ആദ്യം ചെറുനാരങ്ങൻ്റെ നീരങ്ങെത്തണം. അപ്പോൾ ഇവനിക്ക് ആർത്തി വരും, ഇല്ല ഇവന് തിന്നാൻ പറ്റൂല. അപ്പോൾ എന്ന പോലെയാണ് നമ്മൾ നോമ്പ് മുറിക്കണ സമയത്ത് ഈ ചെറുനാരങ്ങ ഉള്ള വസ്തു കഴിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. എന്നതുപോലെ വല്ലാണ്ട് കരിച്ച് പൊരിഞ്ഞ വസ്തുക്കൾ നോമ്പ് മുറിക്കണ സമയത്ത് കഴിച്ചാലും വയറിന് വലിയ പ്രശ്നമാണ്. ഇബാദത്തിൽ വലിയ ആലസ്യം വരികയും മടി വരികയും താല്പര്യം കുറയുകയും നോമ്പ് ഫസാദായി തീരുകയും ചെയ്യും. ഒരു മനുഷ്യൻ ആത്മീയമായി നശിക്കുന്നതും ഭൗതികമായി നശിക്കുന്നതും വയറ് നിറയുമ്പോഴാണ്. ആത്മീയമായ നാശം അങ്ങനെ വരുന്നത്. ഭൗതികമായ നാശം വരുന്നത് പോലെ ആത്മീയമായ നാശവും ഒരാൾക്ക് വരുന്നത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. ചോറ് കഴിക്കണം. ചോറാണ് ഏറ്റവും നല്ല ഭക്ഷണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഭക്ഷണത്തിലും ഇല്ലാത്ത ഗുണം അന്നത്തിലുണ്ട്. പിന്നെ അവിടെയും പ്രശ്നം ഇതാണ് തങ്ങളെ, അതായത് നമ്മൾ കഴിക്കുന്ന മെത്തേഡാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ല, ചവക്കുന്നില്ല. പിന്നെ ചില ആളുകൾക്ക് വയറ് ചാടുന്നത് ഈ മധുരം കൂടുതൽ കഴിക്കുന്നുണ്ടാണ്. ഈ മധുരം, നല്ല കട്ടിയുള്ള മധുരം കഴിക്കുന്നവർക്ക് അടിവയറിൽ ഇങ്ങനെ കൊഴുപ്പ് വന്ന് നിറയും. പിന്നെ സ്ഥിരമായ ഇറച്ചി രണ്ട് വിഷയമാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ രക്തത്തിൻ്റെ കട്ടി കൂടി സർക്കുലേഷൻ കമ്മിയായി പല പ്രശ്നങ്ങളും അവർക്ക് വരും. രക്തത്തിൽ ഇരുട്ട് കൂടിയിട്ട് മാരകമായ പല രോഗങ്ങൾക്കും അത് കാരണമായി തീരും. ആട് കഴിക്കണം നല്ലതാണ്. കറുത്ത തോലുള്ള ആടാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത്. കറുത്ത തോലുള്ള ആൺ ആട്ടിൻ്റെ മാംസത്തിനാണ് കൂടുതൽ ഗുണമുള്ളത്. അതും ബാക്കിലെ കാലിനോട് ചേർന്ന ഭാഗം, അതുപോലെ മുതുകിനോട് ചേർന്ന ഭാഗമൊക്കെയാണ്. വിശ്വാസമതങ്ങൾ അതൊക്കെ ചോദിച്ച് വാങ്ങിയിട്ട് കഴിക്കാറുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളമല്ല കുടിക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റ ഉടനെ പഴമാണ് കഴിക്കേണ്ടത്. കാലി വയറിന് നല്ല ചോദ്യമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാലി വയറിൽ ഒരു മനുഷ്യന് ഏറ്റവും സ്യൂട്ടബിളായ ഫുഡ് പഴമാണ്. സെക്കൻഡ് വെള്ളത്തിൽ പച്ചവെള്ളം. സംസം പിന്നെ നമ്മൾ സാധാരണ ചർച്ചയെ കൊണ്ടുവരണ്ട, അതൊരു എന്താ പറയുക, അത് നമ്മൾ ഈ ചർച്ചയെ കൊണ്ടുവന്ന അതിനോടുള്ള പവിത്രത നഷ്ടപ്പെടുത്തലായി പോകും. അത് പിന്നെ നമ്മൾ വെള്ളം എന്നുള്ള ആൾക്ക് കുടിക്കണമല്ലല്ലോ, സംസം കുടിക്കണത്. ഓക്കെ, അൽഹംദുലില്ലാ, നല്ലതാണ്, നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. പക്ഷെ ആ കുടിക്കുന്ന ആളുടെ മെൻറ്റാലിറ്റി ക്ലിയർ അല്ലെങ്കിൽ സംസമിൻ്റെ ഗുണം അയാൾക്ക് കിട്ടില്ല. സംസം എന്നുള്ളതൊരു വസ്ഫാണ്, ഒരു വിശേഷണമാണ്. മനസ്സിലായില്ലേ? മാഉ സംസം ലിമാ ശുരിബ ലഹു. കുടിക്കണോൻ എന്തിനാണോ കുടിക്കണത്, ആ കുടിക്കണ നേരത്ത് എന്താണോ അയാളുടെ മനസ്സ്. ഇപ്പം രാവിലെ തന്നെ സംസം എടുത്ത് ബിസ്മി അല്ലാണ്ട് കുടിച്ചാൽ സംസം ചെയ്യുന്ന ഗുണമൊന്നും അയാൾക്ക് ചെയ്യില്ല. പച്ചവെള്ളം കുടിച്ച ഗുണം പോലെ ആ സംസം കൊണ്ട് കിട്ടൂല. അങ്ങനെയാണ് അതിൻ്റെ, അത് ശ്രദ്ധിക്കാനുണ്ട്. പച്ചവെള്ളം തന്നെയാണ് എല്ലാ കാലാവസ്ഥയിലും ഏത് മനുഷ്യനും പച്ചവെള്ളമാണ്. ഇപ്പം അലർജി, തുമ്മൽ രോഗമുള്ളവരൊക്കെ സത്യത്തിൽ ആ രോഗം നിലനിൽക്കുന്ന പച്ചവെള്ളം കുടിക്കാത്തതുകൊണ്ടാണ്. പച്ചവെള്ളമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മളിപ്പോൾ മഗ്‌രിബിന് ഒളു എടുത്ത് തോർത്തി പലരും സത്യത്തിൽ തോർത്താൻ പാടില്ല. കുളിച്ച ശരീരം തോർത്താൻ പാടില്ല. ഇസ്ലാമിൻ്റെ അധ്യാപനം എത്ര വലുതാണ്. ഇപ്പോൾ ഗൾഫിൽ നിങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു 4-5 ദിവസം കുളിച്ചിട്ട് തോർത്താതിരുന്ന് നോക്കിയാൽ
നിങ്ങൾ ചെയ്ത് നോക്കി. ഞാൻ പോകുന്നതിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട്, ഞാൻ ഒരാഴ്ച കൂടെ ഉണ്ടല്ലോ, അതിനിടയിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒന്നും തന്നെ പിടിക്കാമല്ലോ. തലയും തോർത്തരുത് കറാഹത്താണ് ഫിഖിഹിൻ്റെ കിതാബിൽ. ഫുഖഹാക്കൾ ഭയങ്കര തിബുള്ളവരാണ്. ഇതല്ലേ ആലിമ്യങ്ങളിൽ ഇരിക്കണത്. പള്ളി പണകത്തോ നബിസ്വലാസ്മ തങ്ങൾ മിമ്പറിലേക്ക് താടിന്ന് വെള്ളം ഉറ്റുന്ന രൂപത്തിൽ കയറിയതായി ഹദീസിൽ കാണാനില്ലേ? നിങ്ങൾ ഉണങ്ങിയിട്ട് 10 മിനിറ്റ് കൊണ്ട് ഉണങ്ങും. ഞാനൊക്കെ ഇപ്പം അങ്ങനല്ലേ കുളിക്കണത്. ഞാനിപ്പോൾ എത്രയോ കാലമായിട്ട് കുളിക്കണത്. കുളിച്ചാൽ തല തോർത്താറില്ല, ശരീരം തോർത്താറില്ല. കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും, അപ്പോഴത്തേക്ക് അതങ്ങ് ഉണങ്ങിക്കോളും. ഈ വലിയ ചൂടുള്ള കാലാവസ്ഥയിൽ ബിൽഡിങ് മാത്രമൊന്നല്ല ചൂടുണ്ടാക്കുന്നത്, മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂടും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാണ്. അല്ല അതിപ്പം ഞാനെന്താ പറയുക, തെറ്റായ വിശ്വാസങ്ങൾ നമ്മളെ സമൂഹത്തിൽ പറഞ്ഞതിന് ഇപ്പോൾ നമ്മളെന്താ പറയുക, ഫുഖഹാക്കൾ ഒരു വിഷയം പറഞ്ഞത് പറഞ്ഞാൽ അതിനപ്പുറം ശാസ്ത്രം അന്വേഷിക്കുന്നത് അബദ്ധമാണ്. ഉളു എടുത്താൽ തോർത്തുന്നതിൻ്റെ ഹുക്കം എന്താണ്? കറാഹത്താണ്. എന്താ കറാഹത്തായത്? ഇയാൾക്ക് കയ്യിലൂടെയും മുഖത്തിലൂടെയും ശരീരമാസകലം കിട്ടേണ്ട ഉണർവിനെയും ഉന്മേഷത്തെയും. അപ്പോൾ ഫതുഹുൽ മുഈനിൽ എന്താ പറഞ്ഞ? നഷാത്തിൻ, നിസ്കാരത്തിലേക്ക് കൂടെ നഷാത്തോ. ഇത് തോർത്തിയോനിക്ക് എന്ത് നഷാത്ത്? കുട്ടികൾ അതുകൊണ്ടല്ലേ കുളിച്ചാട് ഓടുന്നത്, തോർത്താൻ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട്. ഈ ഉമ്മാരോടൊക്കെ ഞാൻ പറയുന്നത്, കുട്ടികൾ എന്താ ഇപ്പോൾ ഓടുന്നത്? അവരിൽ ഫിത്രത്ത് നിലനിൽക്കുന്ന സമയമാണ്. സുബ്ഹാനിയത്തിൻ്റെ പ്രത്യേക ഗുണം നിൽക്കും. 3 വയസ്സുള്ള കുട്ടികൾ, അത് പിന്നെ വേറെ വിഷയം. ഇപ്പം ഞാൻ ആ ഭാഗത്തേക്ക് വരാത്തന്നെ, അത് വേറെ സബ്ജക്റ്റാണ്. അത് പിന്നെ നമ്മൾ തുടരണ്ട. നിങ്ങൾ കുട്ടികളെ വിഷയം പറഞ്ഞുകൊണ്ട് ഇപ്പം എൻ്റെ കുട്ടികളൊന്നും തോർത്താത്ത കാലത്രേ. അതെ, നമ്മൾ ഇരിക്കട്ടെ മുമ്പിൽ. തേടുക എന്നല്ല പറഞ്ഞത്, ഉത്തുലുബുൽ ഇൽമാന്നാണ്. തേടുക, അന്വേഷിക്കുക, പറഞ്ഞു കൊടുക്കുക എന്നല്ല. ഉത്തുലുബ്, നീ തേട്, നീ അന്വേഷിക്കുന്നതാണ്. അല്ലാണ്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. നീ ചൈനയിലാണെങ്കിൽ മദീനയിലോട്ട് വാ, അലൂബിസീൻ. ചൈനയിലാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരി, എന്നിട്ട് ഇവിടെ വന്നിട്ട് പദം പഠിക്കുക, ദീൻ പഠിക്കുക. നമ്മൾ തേടുന്നില്ല, നമ്മൾ അന്വേഷിക്കുന്നില്ല. വസ്തുത അതാണ്. തേടിപ്പിടിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ആളെ കണ്ടെത്തിയിട്ട് പറഞ്ഞു കൊടുക്കലില്ല. ഇപ്പോൾ മദീനയിലേക്ക് മിസ്അബിനെ പോലെയുള്ള ആളുകൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി അന്വേഷിച്ചു വന്നു റസൂലുള്ളാഹിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ആളെ പറഞ്ഞു തരുന്നു. അപ്പോഴാണ് റസൂല പറഞ്ഞയച്ചത്. അല്ലാണ്ട് റസൂൽ എല്ലാ നാട്ടിലേക്ക് ആദ്യം ആളെ അയച്ചോ? നിങ്ങൾ ചോദിച്ചില്ല, നിങ്ങൾ അന്വേഷിച്ചില്ല. നിങ്ങളിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ആരോഗ്യമാസിക കണ്ടാൽ വാങ്ങൂലേ? അത് തേടലല്ലേ, അന്വേഷിക്കലല്ലേ? എന്നതുപോലെ എന്തുകൊണ്ട് ഖുർആനിൽ നോക്കണില്ല? ഇൻഷാ അല്ലാഹ് വരും. അങ്ങനെ ഒരു കാലം വരാൻ പോവാണ്. PKP മഹാനായ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ മുഷാവറ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സംസ്ഥയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുഹമ്മദ് മുത്തക്കോയ തങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരും. കാലോചിതമായ എല്ലാ പരിഷ്കരണങ്ങളും സമസ്ത വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സമൂഹത്തിൽ സമസ്ത നടത്തിയ പരിഷ്കരണം എന്ന് പറയുന്നവർക്ക് ഇതുവരെ എത്താൻ പോലും എത്താത്തടുത്ത് സമസ്ത എത്തിയിട്ടുണ്ട്. അത്രയും ഹൈ ക്വാളിറ്റി എന്താ പറയുക വിദ്യാഭ്യാസമാണ് സമസ്ത നൽകുന്നത്. കാലോചിതമായി ഞാനിപ്പോൾ പറയാലോ, സൗദി യൂണിവേഴ്സിറ്റിയിൽ ഇൽമുൽ ബയാൻ എന്ന വിഷയത്തിൽ റിസർച്ച് പ്രബന്ധം അവതരിപ്പിച്ച ആളാണ് ഞാൻ. എഫക്റ്റീവ് ടീച്ചിങ് എന്ന വിഷയത്തിൽ, എങ്ങനെയാണ് ഏറ്റവും നല്ല അധ്യാപനം നടത്തേണ്ടതെന്ന വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ CBSE സിലബസ് എന്താണ്, മറ്റുള്ള സിലബസ് എന്താണ്, കേന്ദ്രീയ വിദ്യാലയം എന്താണ്, എനിക്ക് നന്നായിട്ടറിയാം. സെൻട്രൽ ബോർഡ് എന്താണ്, കേരള സിലബസ് എന്താണ്, ഇത് പഠിപ്പിക്കാൻ പറ്റുന്നതാണോ, ഇത് സിലബസ് ക്ലിയർ ആണോ, കറക്റ്റ് ആണോ എന്നൊക്കെ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഗൾഫിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ ഫീസ് കൊടുത്തിട്ട് അവിടെ CBSE എന്ന് പറയുമ്പോൾ CBSEയിൽ സത്യത്തിൽ 10ാം ക്ലാസ്സിന് മുമ്പുള്ള സിലബസ് ഇല്ല. നിങ്ങൾക്കറിയാത് ഉണ്ടോ? ഉണ്ട്, നിങ്ങൾ പണിച്ചേരി. അപ്പോൾ CBSE LKG UKG RKG എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതോ? നിങ്ങൾ പറയ്. RKG ഞാൻ കൂട്ടിയതാ. RKG ആളെ മണ്ടന്മാരൊക്കെയാണ്. നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? എൻ്റെ കുട്ടി CBSE പഠിക്കണ്. എത്രയിൽ 7ാം ക്ലാസ് CBSE സിലബസ് ഉണ്ടോ മഹാനെ? നിങ്ങളെന്ത് മണ്ടത്തരാ പറയണത്? പോട്ട് സാരമില്ല, ഏതായാലും കുറച്ച് പൈസ പോയി കിട്ടി, അത്രേ സാരമില്ല. അങ്ങനെ എന്തൊക്കെ ഉണ്ട്, പോട്ടെ. നമ്മൾ പറഞ്ഞത് കുളിക്കണ വിഷയമാണല്ലേ. ഓക്കെ, അൽഹംദുലില്ലാഹ്. നമ്മൾ ആഗ്രഹം എല്ലാം നല്ലത് നമ്മളിൽ നിന്ന് കിട്ടട്ടെ. സമസ്ത പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ സമസ്തൻ്റെ വലുപ്പമാണല്ലോ. നിങ്ങളങ്ങനെ പറഞ്ഞു കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്.